മോനെ ഈ ഷൂണിക്കാരൻ കയറുവാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കില് ഈ ഞാൻ എന്റെ പഴയ ഭാഷ സംസാരിച്ചോട്ടെ ആ പല കീറി അവനോട് അന്തസ്സായിട്ട് പറയണം. നീ അന്തസ്സായിട്ട് ഗെയിം കളിച്ച് വല്ല പെൺപിള്ളേരെ പാവാടത്തുമ്പി പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മൂലം അങ്ങനെ ഒന്ന് പറയാമോ? എന്റെ മോളെ പറയണം, നല്ല അന്തസ്സായിട്ട് പറഞ്ഞ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഗെയിം കളിച്ച് ജയിക്കാൻ പറ, പ്രേമിച്ച് ജയിക്കാതെ ഗെയിം കളിച്ച്. അല്ല, ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കേറുമ്പോ ഞാനെന്താണെങ്കിൽ ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവൂല്ലോ ഇപ്പൊ. അതന്നെ ആ കാര്യം അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. അത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ, ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ, അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റിത്തരാമെങ്കിലും ഒരു പറ്റുമെങ്കിൽ. 45 മിനിറ്റോളം സായിയും ജാഫർക്കയും തമ്മിൽ സംസാരിച്ചു. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ജാഫർക്ക പറഞ്ഞു സായിനോട്, നീ ഇത് ചെന്ന് പോയി ജാസ്മിനോട് പറയണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നന്നാക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ സായി എന്ന് പറയുന്നത് സായിന്റെ എന്തായാലും എന്റെ അറിവില് സായിന്റെ കുടുംബമല്ല ജാഫർക്ക. അപ്പോൾ ഇങ്ങനൊരു സാധനം വരുമ്പോൾ ഒന്ന് പ്രൂഫൊക്കെ പുറത്തേക്ക് ഇടുന്നതാവും നന്നാവുക. കാരണം പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കേറുമ്പോ ഞാനെന്താണെങ്കിൽ ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവൂല്ലോ ഇപ്പൊ. അതന്നെ ആ കാര്യം അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. ഹലോ, ഐ ആം മുകേഷ് രാധാമാധവ്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ജാസ്മിന്റെ വാപ്പയുടെയും സായിയുടെയും ഫോൺ സംഭാഷണമാണ്. അതായത് സായി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ജാസ്മിന്റെ വാപ്പയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് പല യൂട്യൂബുകാരും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സായി ജാസ്മിൻ ഏജന്റ് ആയിട്ട് പോവുകയാണെന്നാണ് അവർ പറയുന്നത്. അതിന് അവർ തരുന്ന തെളിവും BB ഹൗസിൽ നമ്മൾ കണ്ടതാണ്. ജാസ്മിനോട് പോയി പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു, അതെല്ലാം ജാസ്മിന്റെ ഉപ്പ പറഞ്ഞിട്ടാണെന്ന് അവർ തെളിവായിട്ട് നൽകുന്നുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. ജാസ്മിനോട് പോയി സായി പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം ജാസ്മിന്റെ കളി മാറുകയും ചെയ്തു. ഇപ്പോൾ പലരും പറയുന്നത് അതെല്ലാം പുറത്ത് നടന്ന സംഭാഷണത്തിന്റെ പുറത്ത് സായി അകത്ത് പോയി പറഞ്ഞതെന്നാണ്. അതായത് വ്യക്തമാക്കുന്നത് സായി ജാസ്മിന് വേണ്ടി അവിടെ കളിക്കാൻ പോയെന്നാണ്. പക്ഷെ ആ പറഞ്ഞതിൽ മുഴുവനായിട്ട് സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ വോയിസ് ഇപ്പോൾ പുറത്തു വിടാനുള്ള കാരണം സായിയുടെ വൈഫ് തന്നെയാണ്. സായിയുടെ വൈഫ് വെല്ലുവിളിച്ചുകൊണ്ട് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള സംഭാഷണം സായിയുടെ ചാനലിൽ കൂടെ തന്നെ പുറത്തുവിട്ടു. അതിനെ തുടർന്നാണ് പല യൂട്യൂബേഴ്സും ഈ ശബ്ദരേഖ പുറത്തുവിട്ടത്. അതിനു മുമ്പ് ഈ വോയിസ് പുറത്താവാനിടയായ സാഹചര്യം കൂടെ നമുക്ക് നോക്കാം. അതായത് സായി കൃഷ്ണയുടെ വൈഫ് എന്താണ് പറഞ്ഞതെന്ന് കൂടെ നമുക്ക് കേട്ടു നോക്കാം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇവിടെ ഫുള്ള് മറ്റേ മുല്ലപ്പൂ മയമാണ്. സായിക്കാണെങ്കിലും സായിന് ഫുള്ള് മുല്ലപ്പൂ മണത്തോണ്ടിരിക്കാന്നാണ് ഒരു കരക്കമ്പി. അത് എന്താന്നുള്ളത് നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനലിലും എല്ലാ സാധനവും എല്ലാ ഏരിയയിലൊക്കെ വെച്ച് പപ്പി കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ ഒരു ഉത്തരം എന്ന രീതിയിൽ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല്, നമ്മുടെ സായി ജാഫർക്കന്റെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് ജാസ്മിനോട് എല്ലാ കാര്യവും പറഞ്ഞത്. ജാസ്മിൻ ഒന്ന് നന്നാക്കാൻ വേണ്ടി പോയതാണ് സായി. അങ്ങനെ സായി ജാസ്മിൻ ഏജന്റാണ്, മുല്ലപ്പൂ ഏജന്റാണ് എന്ന രീതിയിൽ കുറെ സാധനങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോ ഇതൊക്കെ പുറത്ത് വിട്ട യൂട്യൂബേഴ്സും എല്ലാവരെയും ഒന്നും ഞാൻ പറയില്ല. ആൾക്കാരെ നമുക്കറിയാം. എല്ലാവരും നമുക്ക് കാര്യമായിട്ടുള്ള എല്ലാ പരിചയവും ഞങ്ങൾക്കുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് പേഴ്സണലി നല്ല അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം വരുമ്പോൾ ഒന്ന് പ്രൂഫൊക്കെ പുറത്തേക്ക് ഇടുന്നതാവും നന്നാവുക. കാരണം പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കേറുമ്പോ ഞാനെന്താണെങ്കിൽ ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവൂല്ലോ ഇപ്പൊ. അതന്നെ ആ കാര്യം അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. 45 മിനിറ്റോളം സായിയും ജാഫർക്കയും തമ്മിൽ സംസാരിച്ചു. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ജാഫർക്ക പറഞ്ഞു സായിനോട്, നീ ഇത് ചെന്ന് പോയി ജാസ്മിനോട് പറയണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നന്നാക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ സായി എന്ന് പറയുന്നത് സായിന്റെ എന്തായാലും എന്റെ അറിവില് സായിന്റെ കുടുംബമല്ല ജാഫർക്ക കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനി എന്റെ അറിവില് സായിന്റെ അമ്മായിയുടെ മോളൊന്നും അല്ല, അമ്മാവന്റെ മോളും അല്ല ജാസ്മിൻ. അപ്പോൾ സ്വന്തം കപ്പ് നേടാതെ സായി എന്തിന് ജാസ്മിന് കപ്പ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകും?
അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ അലിഗേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. വെറുതെ ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. സത്യാവസ്ഥ എന്താണെന്നറിയാതെ വെറുതെ ഇട്ടിട്ട് എന്താ കാര്യം? സായി ഇപ്പൊ അവിടെ പോയിട്ട് ജാസ്മിനെ കപ്പുണ്ടാക്കാൻ വേണ്ടി പോയതാണോ? സായിന്റെ ഗെയിം കളിക്കാൻ പോയതല്ലേ? സായി നിങ്ങൾ തന്നെ കണ്ടതാണ്. സായിക്ക് വലിയ ഫാമിലി ആയിട്ട് അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരാളാണെന്ന് പറഞ്ഞു. ഫാമിലി ആയിട്ട് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ആളെ ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഏതൊരാളുടെ മകൾക്ക് വേണ്ടിയിട്ട് കപ്പ് നേടിക്കൊടുത്തു വരാൻ ശ്രമിക്കുവോ? എന്താ പിന്നെ സായി പിന്നെ അങ്ങനെ നിന്നാ പോരെ? എന്താ പിന്നെ സായി പോകേണ്ട കാര്യം? അല്ല പിന്നെ കുറെ കണ്ടു സായി ആ കണ്ടസ്റ്റന്റ് അല്ല, സായിനെ അവിടെ ബിഗ് ബോസ് വരെ കയറ്റി വിട്ടാണ് ജാസ്മിനെ കപ്പ് കൊടുക്കാൻ വേണ്ടിട്ട്. അല്ല ഈ ലോകത്ത് സായി മാത്രമേ ഉള്ളൂ അവിടെ പോയിട്ട് സായി അവിടെ ഇല്ലാത്ത ബാക്കിയുള്ള ആൾക്കാർ എന്താ പറയാത്ത സായി മാത്രമേ ഉള്ളൂ അങ്ങനെ ഉള്ളത്? അല്ല ഇങ്ങനെ കുറെ അല്ലെങ്കിൽ സായിനെ ഇപ്പൊ അങ്ങോട്ട് വിട്ടതാണ്. എന്താ പറയാ, ജാസ്മിന് കപ്പ് ഉണ്ടാക്കാൻ കൊടുക്കാൻ വേണ്ടി. സായി ഒരു കണ്ടസ്റ്റന്റ് അല്ല, അങ്ങനെ ഇങ്ങനെ ഒരു കുറെ കാര്യം. പിന്നെ സായിയും ജാഫർക്കും തമ്മിൽ ഭയങ്കര എന്താ പറയാ ഫോൺ വിളിച്ചതാണ്. ആ 45 മിനിറ്റ് ഫോൺ ധരിക്കും ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. വരട്ടെ, പുറത്ത് വരട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ സാധനം വരുന്നുണ്ടെങ്കിലൊക്കെ പ്രൂഫായിട്ട് വരിക. പ്രൂഫ് ഇല്ലാതെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കിപ്പോ പറഞ്ഞൂടെ എന്നാ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇവര് 10 മിനിറ്റ് സംസാരിച്ചു, അവര് 5 മിനിറ്റ് സംസാരിച്ചോണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? അതിന് സത്യാവസ്ഥ പ്രൂഫ് ഉണ്ടെങ്കിൽ പുറത്ത് വിടുക, അത്ര തന്നെ ഉള്ളൂ. ബാക്കി സാധനങ്ങൾ ഞങ്ങൾ സായി വന്നിട്ട് നേരിടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. കാരണം എനിക്ക് കുറച്ച് പരിമിതികൾ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പറയാനുള്ള കുറെ ഒന്നും പറയാനുള്ള അവകാശമില്ല എനിക്ക് തോന്നണില്ല. കാരണം സായി വന്നാലേ സായിക്ക് അത് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം സായി ആണല്ലോ അതിലെ പ്രതി, ജാസ്മിൻ ഏജന്റ് എന്നുള്ള പ്രതി പറയുന്നത് സായിനെയാണല്ലോ പറയുന്നത്. അപ്പൊ അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ സായി വന്നിട്ട് സായി വരുന്ന ക്ഷമിക്കണം. അഥവാ ഫൈനലിൽ എത്തുകയാണെങ്കിൽ ഒരു 3 ആഴ്ച നിങ്ങൾ ക്ഷമിക്കണം. അതുവരെ യൂട്യൂബിലുള്ള അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. പല ടീമുകാരും പല ആൾക്കാരും എതിരെ സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ഇതൊക്കെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത സാധനം തന്നെയാണ്. പല രീതിയിലും സായിന്റെ ഇതിനൊക്കെ വേണ്ടി സായിക്ക് എതിരെയൊക്കെ വരും എന്നുള്ളത് നമുക്കറിയാം. സത്യം പറഞ്ഞാൽ സായിക്ക് ഇപ്പൊ ആദ്യമായിട്ടൊരു സംഭവം വരുന്നത്. ഇത്രയും കാലം മറ്റേ ജിൻഡോ ആർമിയും ജാസ്മിൻ ആർമിയും മറ്റേ ആർമിയൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ നമ്മള് പാവങ്ങള്, നമുക്ക് ആർമികളൊന്നുമില്ല. പിന്നെ ഒരു ആർമിന്റെ തലവൻ ഞാനാണ്. സ്വന്തം ഭാര്യയായ ഞാനാണ് ആ ആർമിയുടെ തലവൻ. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ആർമികൾ എന്തായാലും. പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് സായിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞങ്ങൾക്കൊരു മറ്റേ PR ടീംസോ അങ്ങനെ ഞങ്ങൾ ഒരു PR വെച്ചിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതല്ലാതെ എല്ലാവരും ഞാൻ പറയുന്നില്ല, എല്ലാവരും കുറച്ച് പേര് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മീൻസ് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ അറിവിൽ എന്തായാലും ഒരു ആർമി ടീം എന്ന രീതിയിൽ ഞങ്ങൾ അങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ്. ഞാൻ എല്ലാ ആർമിന്റെ തലവത്തി ഞാനാണ്. എന്തായാലും സ്നേഹ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ സ്നേഹ ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല. ചിലപ്പോൾ സ്നേഹയ്ക്ക് അറിയില്ലായിരിക്കും സായിയും ജാസ്മിന്റെ വാപ്പയുമായിട്ട് സംസാരിച്ച കാര്യം. അതുകൊണ്ടായിരിക്കും സ്നേഹ ഇത്ര കോൺഫിഡൻസോടെ പറഞ്ഞത് തെളിവുകൾ ഹാജരാക്കൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്നേഹ വിചാരിച്ചു കാണും ഇവർ തമ്മിലുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ആ കോൾ റെക്കോർഡിംഗ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഗബ്രിയെ നല്ല രീതിയിൽ ജാസ്മിന്റെ വാപ്പ ചീത്ത വിളിക്കുന്നതായിട്ടും. അതുപോലെ തന്നെ സായിയോട് അപേക്ഷിക്കുകയാണ്, നിനക്ക് അവിടെ പോകാൻ കഴിയുമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണം, അവരുടെ കോംബോ വേർതിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജാസ്മിന്റെ വാപ്പ സായിയോട് അപേക്ഷിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. ആ സമയത്ത് സായി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, എനിക്കൊരു ഗെയിമുണ്ട്, ആ ഗെയിം പ്ലാനിനകത്ത് ഇതെല്ലാം വരും, ആ സമയത്ത് ഞാൻ ഇതെല്ലാം പറഞ്ഞോളാം എന്നാണ് സായി പറയുന്നത്. അല്ലാതെ അവിടെ ചെന്ന് ജാസ്മിനെ സഹായിച്ചു കൊള്ളാം എന്നുള്ള രീതിയിലല്ല സായി അവിടെ പറയുന്നത്. വേണമെങ്കിൽ പലർക്കും അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജാസ്മിന്റെ വാപ്പ സായിയോട് പറയുന്നുണ്ട്, മോൻ ഈ ഷോയിൽ കയറുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഷോയിൽ കയറാൻ പോകുന്നതിനുള്ള ഒരു കൺഫർമേഷനും സായിക്ക് കിട്ടിയില്ല. നമുക്ക് തന്നെ അറിയാം, ജാസ്മിന്റെ വാപ്പ തുടക്കം സായിയെ മോശമാക്കിക്കൊണ്ട് കുറെ വീഡിയോകൾ പറഞ്ഞിരുന്നു. സീക്രട്ട് ഏജന്റ് അങ്ങനെ പറഞ്ഞു, സീക്രട്ട് ഏജന്റ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. അതും സീക്രട്ട് ഏജന്റും ജാസ്മിനും നേരത്തെ തന്നെ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, സായി എന്തിനും ജാസ്മിന്റെ വാപ്പയെ വിളിച്ചു എന്ന്. യഥാർത്ഥത്തിൽ സായി ജാസ്മിന്റെ വാപ്പയെ വിളിച്ചതല്ല. വിവി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ജാസ്മിന്റെ വാപ്പയുമായിട്ട് നല്ല കോൺടാക്ട് ഉണ്ടായിരുന്നു. ജാസ്മിന്റെ ഫാമിലിയുടെ ആദ്യത്തെ ഇന്റർവ്യൂ എടുത്തത് വിവി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിവിയും ജാസ്മിന്റെ വാപ്പയായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. ആ വിവിക്ക് സായിയുമായിട്ടും കോൺടാക്ട് ഉണ്ടായിരുന്നു. വിവിയുടെ ഫോണിൽ നിന്നാണ് ജാസ്മിന്റെ വാപ്പയെ വിളിപ്പിക്കുന്നത്. വിവിയുടെ ഫോണിലൂടെ തന്നെയാണ് സായിയും സംസാരിക്കുന്നത്. അതായത് വിവിയും സായിയുമായിട്ട് മീറ്റ് ചെയ്ത സമയത്ത് വിവി ജാസ്മിന്റെ വാപ്പയെ വിളിക്കുന്നതിനിടയ്ക്ക് സായി വിവിയുടെ ഫോണിലൂടെ സംസാരിച്ചതാകാം. അതുകൊണ്ട് തന്നെയാണ് വിവിക്ക് ഈ കോൾ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ വിവി ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചില്ലായിരുന്നെങ്കിൽ വിവി ഇപ്പം കള്ളനായേനെ. എന്തായാലും ഈ റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് വിവി ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ വിവി വെറുതെ പറയുകയാണെന്ന് എല്ലാവരും വിചാരിച്ചു പോകുമായിരുന്നു. എന്തായാലും വിവി കോൾ റെക്കോർഡിംഗ് ചെയ്തത് വിവിക്ക് തന്നെ ഇപ്പം സേഫ്റ്റി ആയി എന്ന് തന്നെ പറയാം. സായി കൃഷ്ണ എന്തായാലും കണ്ണനായി മാറിയതുകൊണ്ട് വീട്ടുകാർക്കും സായിക്കും നല്ലതാണെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.